കഴിഞ്ഞ 24 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ മറ്റൊരു രാജ്യം പോയി എക്സ്പ്ലോർ ചെയ്തു, ബംഗ്ലാദേശ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഓരോ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് വിസയും കാര്യങ്ങളെല്ലാം എന്ന്. ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ബംഗ്ലാദേശ് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണോ വിസ വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പാസ്പോർട്ടും വേണം, വിസയും വേണം ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 24 ദിവസം നമ്മൾ ബംഗ്ലാദേശ് മൊത്തം കറങ്ങി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ടാഗിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളിന്ന് ക്ലിയർ ചെയ്ത് തരാം. ആദ്യം നമ്മൾ പോയ ഒരു യാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പോയത് എന്നുള്ള കാര്യം. നമ്മൾ പോയത് നിങ്ങൾ കണ്ടാണല്ലോ, ട്രെയിനിൽ ആണ് പോയത്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട് ക്യാപിറ്റലായ ധാക്കയിലേക്ക്. കൊൽക്കത്തയിൽ നിന്നും സിലിഗുരിയിൽ നിന്നുമാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ. നമ്മൾ പോയത് സിലിഗുരിയിൽ നിന്നായിരുന്നു. കൊൽക്കത്തയിൽ നിന്നുള്ളത് മൈത്രി എക്സ്പ്രസ്സും അതേപോലെ സിലിഗുരിയിൽ നിന്നുള്ളത് മിത്താലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള ട്രെയിൻ ഒരുപാട് പേര് പോയിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഹിന്ദി വ്ളോഗേഴ്സൊക്കെ ചെയ്തേക്കുന്ന വ്ളോഗ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ സിലിഗുരിയിൽ നിന്നുള്ള ഈ ഒരു മിത്താലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ട്രെയിന് ഈ കൊല്ലം ജൂൺ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെയിൻ സർവീസാണ്. അപ്പോൾ പണ്ടതുണ്ടായിരുന്നു 56 കൊല്ലങ്ങൾക്ക് മുന്നേ. പിന്നീട് അതിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമായിട്ട് ഈ ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിലിഗുരിക്ക് വരാനും അതുപോലെ സിക്കിം ട്രാവലേഴ്സും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് കറങ്ങാനൊക്കെ ആയിട്ട്. ഡാർജിലിംഗ് അതുപോലെ സിക്കിം ഭാഗത്തേക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ബംഗ്ലാദേശിലുള്ളവരെല്ലാം ഈ ഒരു സിക്കിം ഭാഗത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ വിസ എടുക്കാനുള്ള പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. നമുക്ക് നമ്മുടെ ചെന്നൈ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രൈവറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000-1500 രൂപ അവർ ഫീസായിട്ട് ഈടാക്കും. അതല്ലെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിൻ്റെ ഹൈ കമ്മീഷനുണ്ട്. മെയിൻ ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്. അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഹൈ കമ്മീഷൻ ഓഫീസ് വരുന്നത് ഗുവാഹട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ആ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഗുവാഹട്ടിയിൽ നിന്നായിരുന്നു നമ്മൾ വിസ എടുത്തത്. വിസ ചുമ്മാ ഞാൻ ചെന്ന് ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു 7-8 ദിവസം കൊണ്ട് വിസ തരുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പാസ്പോർട്ട് കൊടുത്തു. നമ്മുടെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ID കാർഡിൻ്റെ കോപ്പി, ഇത്രയും മാത്രം മതി. നമുക്ക് 3 മാസത്തെ വിസയാണ് തരിക. പക്ഷേ 30 ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഡബിൾ എൻട്രിയാണ്. ഞാൻ 20 ദിവസത്തെ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്, സിംഗിൾ എൻട്രി. പക്ഷേ എനിക്ക് 3 മാസത്തെ വിസയും ഡബിൾ എൻട്രിയും തന്നു. അതായത് നമുക്ക് 30 ദിവസം ബംഗ്ലാദേശിൽ താമസിക്കാം, 2 വട്ടം നമുക്ക് പോയി വരാൻ പറ്റും, വേണമെങ്കിൽ റീ എൻട്രി ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പ്ലാനില്ലായിരുന്നു. നമ്മളൊരു 20 ദിവസത്തെ പ്ലാനാണ് ഉണ്ടാക്കിയത് ബംഗ്ലാദേശിൽ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ഐഡിയ ഇല്ലായിരുന്നു ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് അപ്ലൈ ചെയ്തു. സിലിഗുരിയിൽ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത് ധാക്കയിലേക്ക്, ഈ പറഞ്ഞ മിത്താലി എക്സ്പ്രസ്. ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയാണ് ട്രെയിൻ ഉള്ളത്. ആഴ്ച 2 ദിവസമേ ഉള്ളൂ. നമ്മൾ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ നമുക്ക് മിത്താലി എക്സ്പ്രസ്സിനായിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുക, ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആദ്യം വിസയും പാസ്പോർട്ടൊക്കെ കാണിക്കണം. വിസ ഉള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അതുപോലെ ടിക്കറ്റിൻ്റെ പ്രൈസ് നമുക്ക് വന്നത് 1860 രൂപയായിരുന്നു. അത് നോർമൽ AC മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രെയിൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ക്ലാസ് AC വരുന്നുണ്ട്, അതിനൊരു 1000 രൂപയോടെ കൂടും. പിന്നെ ഈ പ്രൈസ് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റിൻ്റെ വില എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ യാത്ര ആയതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയിലും പ്രൈസ് സെയിം ആവണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു റേറ്റ് കാണുന്നത് ഡോളറിലാണ്. അപ്പോൾ ഡോളറിൻ്റെ ചേഞ്ച്, ഇത് ഇന്ത്യൻ റുപ്പിക്ക് ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ പ്രൈസ് മാറും, ബംഗ്ലാദേശിലെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അവിടുത്തെ ടാക്കയും മാറും. അപ്പോൾ ഡോളറിലാണ് കണക്കാക്കുന്നത്. ചെറിയ ചേഞ്ച് എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വന്നത് 1860 രൂപയാണ്. ഏകദേശം 10 മണിക്കൂർ എടുത്തു സിലിഗുരിയിൽ നിന്നും ട്രെയിന് ധാക്കയിലെത്താൻ. ഞായറാഴ്ചയും ബുധനാഴ്ച രാവിലെ 11-11:45 ട്രെയിൻ ഉള്ളത്. നമ്മൾ 2 മണിക്കൂർ മുന്നേ തന്നെ വരണം. എയർപോർട്ടിലേക്ക് എത്തുന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മണി വേണമെങ്കിൽ ടാക്കയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സൗകര്യമുണ്ട്. ബംഗ്ലാദേശിലെ കറൻസി ടാക്കയാണെന്നറിയില്ല. ഞാൻ പോകുമ്പോൾ ഒരു ഇന്ത്യൻ റുപ്പി അവിടുത്തെ 1.17 ടാക്കയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 1.19 ആയിട്ടുണ്ട്, കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ ഏകദേശം 18,000 രൂപയാണ് ഇവിടുന്ന് സിലിഗുരിയിൽ നിന്ന് മാറിയിട്ട് കൊണ്ടുപോയത്. പക്ഷേ നമുക്ക് പിന്നീട് എക്സ്ട്രാ ചിലവൊക്കെ വന്നു ഞാൻ പറയാം. അപ്പോൾ പോകാൻ ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. നമുക്ക് വിസ എടുക്കുക. വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് സിലിഗുരിയിൽ നിന്ന് ബംഗ്ലാബന്ധ ബോർഡർ ഉണ്ട്, ഇല്ലെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് പോകാം. ഫ്ലൈറ്റിന് പോകണമെങ്കിൽ കൊൽക്കത്ത ടു ധാക്ക ഏകദേശം 5000 രൂപയ്ക്കുള്ളിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ട്രെയിന് പോകാം, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് ധാക്കയിലേക്ക് ബസ്സുണ്ട്. എല്ലാത്തിനും നമുക്ക് ആദ്യം വിസ വേണം. വിസ ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സാണേലും ട്രെയിനാണേലും ഫ്ലൈറ്റ് ആണേലും ഒക്കെ നമ്മളെ വിടുള്ളൂ കേട്ടോ. രാത്രിയിൽ നമ്മൾ ധാക്കയിലെത്തി. നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക്, ഒരു ഐഡിയ ഇല്ല, ഭാഷ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ബംഗ്ലാദേശിലെ ഹിന്ദി അത്ര നല്ല രീതിക്ക് ഇല്ല, ഹിന്ദി ആർക്കും അറിയത്തില്ല. കുറച്ച് പേർക്കൊക്കെ ഹിന്ദി സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ഹിന്ദി കുറച്ചെങ്കിലും അറിയത്തുള്ളൂ. അപ്പോൾ ഭാഷേൻ്റെ നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെന്ന സമയത്ത്. പിന്നെ അങ്ങ് തിരക്കേടില്ലാണ്ട് പോയി. നമ്മൾ ആദ്യത്തെ ദിവസം മാത്രം റൂം എടുത്തു. ഏകദേശം 23 ദിവസം നമ്മൾ സ്റ്റേ ചെയ്തതിൽ 4 ദിവസം മാത്രമേ നമ്മൾ ഹോട്ടലെടുത്ത് നിൽക്കേണ്ട വന്നിട്ടുള്ളൂ. അവിടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ കൗച്ച് സർഫിങ് വഴിയാണ് ആദ്യത്തെ ഒരു 1-2 ദിവസം അവിടെ നമുക്ക് കോൺടാക്റ്റ് കിട്ടിയത്. പിന്നീട് അവർ വഴി തന്നെ
തന്നെ അവർ തന്നെ ട്രാവൽ ഗ്രൂപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കണക്ഷൻ കിട്ടി ബംഗ്ലാദേശ് ടോട്ടലി. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. നമ്മളൊരു 24 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. അപ്പോൾ ബംഗ്ലാദേശ് അറിയാലോ, ഒരു ടൂറിസ്റ്റ് കൺട്രി അല്ല. ഒത്തിരി കാഴ്ചകളൊന്നുമില്ല, കാണാനുണ്ട്, സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒരു അധികം നമുക്കൊരു വീഡിയോ കാണാൻ മാത്രമൊന്നും നമുക്ക് പോകുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അധികം പേരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു സ്ഥലമാണ്. യൂട്യൂബിലാണെങ്കിൽ കൂടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശ് നമുക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു കൺട്രിയാണ്. ഞാൻ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും വിസ കിട്ടും. അങ്ങനെ വലിയ ചടങ്ങുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ പോയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ധാക്കയിലെത്തിയിട്ട് നമ്മൾ അവിടെയുള്ള ലോക്കൽസിനോട്, അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവരാണ് എനിക്ക് പ്ലാൻ ഉണ്ടാക്കി തന്നത്. നമുക്കൊരു 3-4 ഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സില്ലറ്റ് സൈഡ്. സില്ലറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹില്ലി ഏരിയ ആണ്. നമ്മളവിടെയാണ് ആദ്യം പോയി. ധാക്കയിൽ ചെന്ന്, ധാക്ക ക്യാപിറ്റലാണ്, ഭയങ്കര വലിയ സിറ്റിയാണ്. അവിടെ ചൂടും നല്ല പോലെ ഉണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പോയ ടൈമിൽ. അതേപോലെ ഭയങ്കര റഷാണ്, നമുക്ക് ഭയങ്കര തിരക്കാണ്. യാത്ര ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പാടാണ്. ചെന്ന് തന്നെ ധാക്കയിൽ 2 ദിവസം നിന്നിട്ട് നമ്മൾ നേരെ സില്ലറ്റിൽ പോയി. സില്ലറ്റിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കാണാനുള്ളതെല്ലാം ഈ തേയിലത്തോട്ടങ്ങളാട്ടോ. ബംഗ്ലാദേശിലെ തേയിലത്തോട്ടങ്ങൾ കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് സില്ലറ്റ്, ശ്രീമംഗലം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാഴ്ചകളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും പോയില്ല. നമ്മൾ സില്ലറ്റിൽ പോയത് നമ്മൾ മേഘാലയ ബോർഡറായ ദൗക്കിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ദൗക്കിയിൽ ഒരു ബോർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമാബിൽ ബോർഡർ. നമ്മളവിടെയൊക്കെ മേഘാലയ കറങ്ങുമ്പോൾ വന്നിട്ടുള്ളതാണ്. അതിലേയും വേണമെങ്കിൽ നമുക്ക് നടന്ന് റോട്ടിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് മേഘാലയൊക്കെ കറങ്ങിയിട്ട് വിസ ഉണ്ടെങ്കിൽ നേരെ നമുക്ക് തമാബിൽ ബോർഡർ വഴി സില്ലറ്റ് ഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റും ബംഗ്ലാദേശിലേക്ക്. അപ്പോൾ സില്ലറ്റിൽ നിന്ന് നമ്മൾ നേരെ ദൗക്കി ബോർഡർ പോയി കണ്ടു. നേരെ തിരിച്ച് ധാക്കയിലേക്ക് തന്നെ പോന്നു. പിന്നീട് നമ്മൾ ചിറ്റഗോങ് ഭാഗത്തേക്കാണ് പോയത്. ചറ്റോഗ്രാം എന്ന് പറയും. അടുത്തൊരു സിറ്റിയാണ്. മറ്റേ ഷിപ്പിൻ്റെ ഗ്രേവ് യാർഡ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് ഗ്രേവ് യാർഡ് അതായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഗുജറാത്ത് അതിൽ 1ാം സ്ഥാനം പിടിച്ചോട്ടെ. ഇപ്പോൾ ഗുജറാത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രേവ് യാർഡ്, അത് ഷിപ്പ് പൊളിക്കുന്ന സ്ഥലം. അതിന് മുന്നേ അത് ബംഗ്ലാദേശിലെ ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. നമുക്ക് അവിടെ ഒരുപാട് കോൺടാക്റ്റ് കിട്ടി. നമ്മൾ ട്രക്കിങ്ങിന് പോയി. അതേപോലെ ബോട്ടിൽ നമ്മൾ ബംഗാളിൽ കുറച്ച് കറങ്ങുകയൊക്കെ ചെയ്തു. അതുപോലെ അടുത്ത് നമ്മൾ കോക്സ് ബസാറിലേക്കാണ് പോയത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ സാൻഡി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോക്സ് ബസാറിലാണ്. അതാണ് ബംഗ്ലാദേശിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കോക്സ് ബസാർ എന്ന് പറയുന്നത്. പക്ഷേ വിൻ്ററിലാണ് സീസൺ. ബംഗ്ലാദേശ് ടോട്ടലി വിൻ്ററിലാണ് സീസൺ. അപ്പോൾ നവംബർ തൊട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോക്സ് ബസാറിൽ മെയിനായിട്ട് ബീച്ചും അതേപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ്, സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ മ്യാൻമറിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ലോക്കൽ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം കോക്സ് ബസാറിൽ മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത്, അതായത് ബംഗ്ലാദേശിൻ്റെ ഈസ്റ്റ് സൈഡാണ്, ഈസ്റ്റ് സൗത്ത് സൈഡ്, അങ്ങേ അറ്റെന്ന് പറയാം. അവിടെ നമുക്ക് കാണാനുള്ള മെയിൻ ഒരു സാധനം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന പോലെ ഇവർക്ക് ബംഗ്ലാദേശിൽ ഒരുപാട് ദ്വീപുകളുണ്ട് ആൾ താമസമുള്ളത്. അതിൽ തന്നെ കോറൽ ഐലൻഡ് ആയിട്ടുള്ള ദ്വീപാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അങ്ങേ അറ്റം ടെക്നഫ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു 2-2.5-3 മണിക്കൂർ നമ്മൾ ബോട്ടിൽ പോകണം. അത് സീസൺ ടൈമിലാണെങ്കിൽ നമുക്ക് ഷിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പോയത് ഓഫ് സീസൺ ടൈമിലാണ്. ടൂറിസ്റ്റുകൾ അലൗഡ് അല്ല. നമ്മളതുകൊണ്ടാണ് ഒരു ലോക്കൽ പയ്യനെ നമുക്ക് അവിടെ നിന്ന് കിട്ടി, അവനെയും കൂട്ടിയിട്ട് നമ്മുടെ മാഹീനെ കൂട്ടിയിട്ട് നമ്മൾ പോയത്. അവിടെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വന്നത്. സെൻറ്റ് മാർട്ടിലേക്ക് പോകാൻ 2 പേരുടെ ചിലവ് ഞാനാണ് എടുത്തത്. അപ്പോൾ ബോട്ടിന് പോകുന്നതും അതുപോലെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിനെല്ലാം കൂടെ നമുക്ക് കുറച്ചൊരു 4000-5000 ടാക്കാനെടുത്ത് നമുക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലേക്ക് മാത്രം പോകാൻ ചിലവായി. ബംഗ്ലാദേശ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ചിലവായ സൈഡ് അതായിരുന്നു, സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലേക്ക് പോകാൻ. സീസൺ ടൈമിൽ പോകുകയാണെങ്കിൽ അതിലും എക്സ്പെൻസ് വരും കേട്ടോ. കാരണം റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമുക്ക് ഇപ്രാവശ്യം 2 പേർക്ക് 600 ടാക്കിക്ക് അവിടെ റൂം കിട്ടിയായിരുന്നു. ഈ ടെക്നഫ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നാഫ് നദീൻ്റെ അപ്പുറത്ത് നമുക്ക് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സെൻറ്റ് മാർട്ടിൻ ഐലൻഡിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം ബംഗ്ലാദേശ് അല്ല, മ്യാൻമറാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കയ്യിലാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വരുന്നത്. പോകുന്ന വഴിക്ക് ആർമീൻ്റെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോട്ടിൽ പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെക്ക് ചെയ്തിട്ട് വിടത്തുള്ളൂ. നമ്മളെന്തായാലും ഭാഗ്യം കൊണ്ട് ചെക്കൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ കോക്സ് ബസാറിൽ അറിയാലോ, മ്യാൻമറിൽ നിന്ന് വന്ന റെഫ്യൂജി ആൾക്കാർ താമസിക്കുന്ന റെഫ്യൂജി ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ള ഏരിയ ആണ്. നമ്മളൊരു വീഡിയോ ജസ്റ്റ് അവിടെ ചെയ്തിരുന്നു. ജസ്റ്റ് റോട്ടിൽ കൂടെ വണ്ടിയിൽ പോയി ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചെയ്തിരുന്നു. പിന്നെ തിരിച്ച് ധാക്കയിലെത്തി നമ്മൾ ബരിശാൽ ഭാഗത്തേക്കായിരുന്നു പോയത്. ബരിശാലിലും നമുക്ക് ഇതേപോലെ ഒരു കോൺടാക്റ്റ് കിട്ടി. നമ്മൾ അവിടുത്തെ പേരയ്ക്ക മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാര്യങ്ങളെല്ലാം കണ്ടു. അതേപോലെ തന്നെ ഒരു വില്ലേജ്, അവരുടെ ലോക്കൽ വില്ലേജ് കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ ഒത്തിരി പേര് നമ്മൾ പറഞ്ഞത് സുന്ദർബൻ പോകണം. ഇന്ത്യയിലെ കൊൽക്കത്തയിൽ ബംഗ്ലാദേശിൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻ പാർക്ക്, നാഷണൽ പാർക്കാണ്. ടൈഗർ റിസർവ് ആണ്, കണ്ടൽക്കാടുകൾ ആയിട്ടുള്ള ഏരിയ. പക്ഷെ അവിടെ ഒന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. വിൻ്ററിലാണ് സീസൺ. ഇപ്പോൾ ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ ഒന്നും ഈ ഓഫ് സീസൺ സമയത്ത് മിക്ക ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും അലോഡഡ് അല്ല.
അത് നമുക്ക് വേണമെങ്കിൽ കൊൽക്കത്തയിൽ നിന്നാണെങ്കിലും അത് സന്ദർശിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് പോകാൻ. പിന്നെ ഇതൊന്നും അല്ലാണ്ട് വേറെയും കുറേ ബീച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അധികം ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്യേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നീട് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ. ഞാനൊക്കെ ചോദിച്ചത് ബംഗ്ലാദേശ് മൊത്തം കറങ്ങി വന്നു. മൊത്തം ഒന്നും കറങ്ങിയിട്ടില്ല. നമ്മൾ മെയിൻ സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. വില്ലേജ് കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടു. ബരിശാല ഭാഗത്താണ് കൂടുതൽ ഹിന്ദുക്കളുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കൾച്ചർ തന്നെ വേറെയാണ്. അവരുടെ വീടിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ വേറെയാണ്. അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിന് മൊത്തം ചിലവായത് എത്ര രൂപയാണെന്ന് അറിയേണ്ടതുണ്ടാവും. നമ്മൾ 18,000 രൂപയാണ് മാറ്റിയെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ 1,860 രൂപ നമുക്ക് ടിക്കറ്റിന് വന്നു. പിന്നെ നമ്മളൊരു 4,000 രൂപയും കൂടെ, ഒരു 5,000 ടാക്കയും കൂടെ നമ്മൾ ധാക്കയിൽ വെച്ചൊരു മലയാളീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മൊത്തം നമുക്ക് ചിലവായത് 18ഉം 4ഉം 22ഉം 23 24 രൂപ, 24,000 രൂപ. എനിക്ക് മാക്സിമം സ്റ്റേ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരുന്നു. അത് എന്നിട്ട് തന്നെ എനിക്ക് ഇത്രയും ചിലവ് തോന്നി ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അല്ലാണ്ട് റൂം എടുത്ത് നിൽക്കുകയാണെങ്കിലൊക്കെ കുറച്ചുകൂടെ ക്യാഷ് എക്സ്ട്രാ ചിലവാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബംഗ്ലാദേശ് നമ്മൾ പോയ സ്ഥലങ്ങൾ കാണാൻ ഇത്രയും ദിവസത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ മാക്സിമം അവരുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നിന്ന് അവിടെ കിട്ടിയവരുടെ കൂടെ ഒക്കെ നിന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 15 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 15 ദിവസം മതി. നമ്മളിപ്പോൾ കണ്ട അത്രയും കാഴ്ചകൾ നമുക്ക് കൂടി പെട്ടെന്ന് കണ്ടിട്ട് വരാൻ 15 ദിവസമൊക്കെ മതി. അപ്പോൾ പിന്നെ ഈ ഒരു ചിലവ് തന്നെ ഏകദേശം ഒരു 20,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കണ്ടിട്ട് വരാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരുപാട് പേര് അവിടുത്തെ ആൾക്കാരെ പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ അല്ല, വീഡിയോയിൽ കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ആൾക്കാരെ പറ്റി. അവർ ചതിക്കും അല്ലെങ്കിൽ തട്ടിപ്പറിക്കും, അങ്ങനെയൊക്കെ പലർക്കും പല അവരുടെ അനുഭവമായിരിക്കും. കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അവരുടെ കൂടെ ബംഗ്ലാദേശികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്. അവർക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മളെ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ആ പുറത്ത് വെച്ച് കണ്ട ബംഗ്ലാദേശിലെ ആൾക്കാരല്ല നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടത്. നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. ഒരിക്കലും ഒരു ബംഗ്ലാദേശിൽ നിന്ന് ഒരു ബംഗാളി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവരെ എന്തായാലും വെൽക്കം ചെയ്യത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും നല്ല ആൾക്കാരെ കിട്ടി. പിന്നെ നമ്മൾ അവരൊപ്പം നിൽക്കുന്ന പോലെ ഇരിക്കും. അതിപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. ബാക്കിയൊക്കെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അവിടുത്തെ റോഡ് കണ്ടീഷൻ ആരോ ചോദിച്ചിട്ടുണ്ട്, സൈക്കിളിൽ പോകാനാണെന്ന് പറഞ്ഞിട്ട്. റോഡ് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോയ ഭാഗത്തൊക്കെ വലിയ കുഴപ്പമില്ല. അവിടെ എന്ന് വെച്ചാൽ ചെറിയ രാജ്യമാണ്, വലിയ ഹൈവേകളോ കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഉള്ളൊരു കാര്യം ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടെ ബൈക്കുകൾ 150 cc വരെയുള്ള ബൈക്കുകളേ ഉള്ളൂ. അതിപ്പോൾ ഈ അടുത്തിടയ്ക്ക് 160 ആക്കി. അതുപോലെ ബൈക്കുകൾ അവിടെ സേഫ് അല്ല. നിങ്ങളിനി ബൈക്കും കൊണ്ടൊക്കെ പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കുകൾ സേഫ് അല്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ എക്സ്ട്രാ പൂട്ടൊക്കെ ഡിസ്കിലിട്ട് പൂട്ടിയിട്ടാണ് ബൈക്കുകൾ എവിടെയൊക്കെ വെച്ചിട്ട് പോവുക. അപ്പോൾ ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശ് സേഫ് അല്ല. കുറേ സ്ഥലങ്ങൾ നമ്മൾ ധാക്കയിലെ ഓട്ടോകൾ വരെ കണ്ടതാണ്. ധാക്കയിൽ തന്നെ ഓട്ടോയിൽ നിന്ന് അകത്തുനിന്ന് വരെ സാധനങ്ങൾ തട്ടിയെടുക്കുന്ന പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഓട്ടോ എല്ലാം ജയിൽ പോലെ മൂടി കെട്ടി വെച്ചേക്കുന്നതൊക്കെ. സൈക്കിളും കൊണ്ടൊക്കെ പോകാൻ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. നമ്മൾ ടെൻറ്റ് കൊണ്ട് പോകണമെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില ഏരിയകളുണ്ട് ഈ പറഞ്ഞ പോലെ പ്രശ്നമുള്ളത്. അപ്പോൾ അവിടേക്ക് എങ്ങനെ ആവും എന്നറിയത്തില്ല. ബംഗ്ലാദേശ് പോകാനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, വിസ എവിടെ അപേക്ഷിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ പോകുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഡൽഹിയിൽ നിന്ന് അവരുടെ ഹൈ കമ്മീഷനുണ്ട്, ഗുവാഹട്ടിയിൽ അസിസ്റ്റൻറ്റ് ഹൈ കമ്മീഷനുണ്ട്, പിന്നെ സിലിഗുരി കൊൽക്കത്തയിലൊക്കെ പ്രൈവറ്റ് ഓഫീസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു സൗത്തിലും എവിടേക്കും ഉണ്ട്. അത് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. നമുക്ക് അവിടെ റെയിൽ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപ ഫീസിൽ നമുക്ക് വിസ കിട്ടും. പക്ഷേ നമ്മൾ നേരിട്ട് ഹൈ കമ്മീഷനിൽ പോവുകയാണെങ്കിൽ 5 രൂപ ചിലവില്ല, ഫ്രീ ആണ് ബംഗ്ലാദേശ് വിസ. പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടേക്ക് പോകാൻ തയ്യാറെടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നുമില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടിട്ട് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ് എവിടെയൊക്കെ പോകണം എന്നൊക്കെ തീരുമാനിച്ചത്. ഒരു ഐഡിയ ഇല്ലാണ്ടാണ്. എനിക്ക് ആകപ്പാട് അറിയാവുന്നത് ധാക്ക മാത്രമായിരുന്നു. നേരെ ധാക്കയിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടായിരുന്നു ഞാൻ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്ത്. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് മെയിൻ. അതല്ലാണ്ട് വേറെ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നുമില്ല. പിന്നെ ഉള്ളതെല്ലാം വില്ലേജ് ഏരിയകൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ബിസിനസ് സാധ്യതകൾ ആരോ ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ തുണി ഇതന്നെ ആയിരിക്കും ബിസിനസ്. പക്ഷേ അതിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയാലോ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. മെയിനായിട്ട് ഡ്രസ്സ് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അതിനാണ് ബംഗ്ലാദേശ് ഫേമസ്. നമുക്ക് ഒരുപാട് പേര് മാർക്കറ്റൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ. ഞാൻ പല മാർക്കറ്റിലും പോയായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റ് പോലെ തന്നെ, ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരാണേലും ഡൽഹിയിലാണേലും ഒക്കെ ഉള്ള മാർക്കറ്റ് പോലെ തന്നെ ഉള്ളൂ.
പിന്നെ ഡ്രസ്സിൻ്റെ പൈസ എത്രയാണെന്ന് അറിയണമുണ്ടാവും. നമുക്ക് ബ്രാൻഡഡ് ഷർട്ടുകൾ, ടീഷർട്ട് കാര്യങ്ങളെല്ലാം ഒരു 500-600 ടാക്കിക്ക് കിട്ടും. അതായത് നമ്മുടെ നാട്ടിലൊരു 400-500 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് പൈസ ഡ്രസ്സിന് വേണ്ടിയിട്ട് കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ബംഗ്ലാദേശിലെ പല ഭാഗത്തും വെച്ച് നമ്മളോട് ജാതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് കുറേ പേർക്ക് അറിയണം. ഈവൻ ബസ്സിൽ പോലും പല ബസ്സിലും വെച്ചിട്ട് നമ്മൾ ഇന്ത്യ എന്ന് അറിയുമ്പോൾ ഭാഷ അറിയത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഇന്ത്യ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഹിന്ദു ആണെങ്കിൽ എന്താകും എന്നെനിക്കറിയത്തില്ല. ഞാൻ ചിലരോട് ഇല്ല എന്ന് പറഞ്ഞു, ഞാൻ ഒന്നിലും ഇല്ല. ചിലരോട് ഞാൻ ക്രിസ്ത്യൻ്റെ ബിബിൻ ജോസഫ് എന്നാണ് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ ക്രിസ്ത്യൻ ആണെന്ന്. ക്രിസ്ത്യൻസും ഉണ്ട് ബംഗ്ലാദേശ്. കൂടുതലും പേര് നമ്മളോട് ജാതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏതാ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ആദ്യം ഒന്ന് ചോദിക്കും, എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വരിക. നമ്മുടെ അടുത്ത ഇടവഴി ആരുമില്ല, ഈ ബസ്സിൽ നിന്നും അതേപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ആണ് സീന്. അപ്പോൾ ബംഗ്ലാദേശിനെ പറ്റിയുള്ള ജസ്റ്റ് വിവരങ്ങളെല്ലാം അടങ്ങിയൊരു വീഡിയോ ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഐഡിയ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ മൊത്തം കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ അവിടുത്തെ ആ ഒരു വലിയ ബ്രോത്തൽ അവിടുത്തെ ഇതിൽ പോകുന്നതായിരുന്നു. അങ്ങനെയൊന്നും റിസ്ക്കുകൾ ആരും എടുക്കാണ്ടിരിക്കുക, എനിക്ക് ആയ പോലെ ആവണമെന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പുതിയ യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.